50 വർഷമായി മലയാള സിനിമയിലെ പല ഗെയിമുകളും കളിക്കുകയാണ് മമ്മൂക്ക. ഇതൊരു ഗെയിം തന്നെ. ചുമ്മാ ഒരു കഥ പറയാൻ വന്ന ടിനു ജെന്നീസിനെ കൊണ്ട് തിരക്കഥയും സംവിധാനവും ചെയ്യിക്കണമെന്ന് പറഞ്ഞതിന് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. മമ്മൂക്ക അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്, അത്ഭുതങ്ങൾ. ഒരു രക്ഷയില്ലാത്ത ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ക്ലൈമാക്സോ ഇങ്ങനെ ഒരു ത്രില്ലിംഗ് മൂവി ഉണ്ടായിട്ടില്ല. അടിപൊളി മൂവി, കിടുക്ക്. മമ്മൂക്ക തകർത്തിരിക്കുന്നു. ഒരു രക്ഷയില്ല, പിടിച്ചാ കിട്ടൂല, ഒരു രക്ഷയില്ല. അവസാന 40 മിനിറ്റ് ഇക്ക അഴിഞ്ഞാട്ടം. സൂപ്പർ. മമ്മൂക്ക അഴിഞ്ഞാടിയിരിക്കുന്നു സെക്കൻഡ് ഹാഫ്. തിയേറ്റർ കത്തത് സൂപ്പർ. മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകരെ കൊണ്ടുവരുന്ന മമ്മൂക്കയാണ്. വീണ്ടും ഒരാളെ കൂടെ കൊണ്ടുവന്നിട്ട് ഗംഭീര പറ. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞാൽ രോമാഞ്ചിച്ചു. സൂപ്പർ 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 ക്ലൈമാക്സ് പൊളിച്ചു. ഓരോ എൻട്രിയും രോമാഞ്ചം. ഒന്നും പറയാനില്ല. എന്നുവെച്ചാൽ മലയാള സിനിമയിലെ ഒരു പുത്തൻ വിസ്മയം. ടിനു ജെന്നീസ് എന്ന സംവിധായകന്റെ ഒരു പുത്തൻ ഒരു വേറിട്ട ഒരു ചിത്രം തന്നെയാണ്. ക്ലൈമാക്സ് ഒക്കെ ആ ഒരു ക്ലൈമാക്സ് മാത്രം മതി. തൂക്കിക്കഴിഞ്ഞ് പെർഫോമൻസ് മമ്മൂട്ടിയെ പടം. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ ഈ ബസൂക്ക മെഗാ ഹിറ്റിലേക്ക് പോണ പടം. കാരണം മമ്മൂക്കയുടെ സ്റ്റൈലിഷ് ക്ലൈമാക്സ് 20 മിനിറ്റ്. എന്റെ അമ്മ ഒന്നും പറയാൻ പറ്റില്ല. തീപാറ് എന്ന് പറഞ്ഞാൽ ആവേശം കടന് തന്നെ ഇളക്കി. ഒരു രക്ഷയില്ലാത്ത ഒരു ഇതായിരുന്നു. ക്ലൈമാക്സ് അടിച്ചു കൊടുത്തു. ക്ലൈമാക്സ് 20 മിനിറ്റ് മമ്മൂക്ക അഴിഞ്ഞാടിയിട്ടുണ്ട്. മമ്മൂക്ക ഇനിയും ഒരു 10 വർഷം നമ്മളെ സന്തോഷിപ്പിക്കാൻ കൂടെ ഉണ്ടാവുമെന്ന് പറയുകയാണ്. പുള്ളി അങ്ങ് ആറാടുകയാണ്. ലാസ്റ്റ് മൂപ്പറങ്ങ് എൻജോയ് ചെയ്ത് അങ്ങ് ആറാടുകയാണ്. കാണണം, കണ്ടേ പറ്റൂ. നല്ല മൂവി, നല്ല മൂവി. പ്രശസ്ത തിരക്കഥാകൃത്ത് കല്ലൂർ ഡെന്നീസിന്റെ മകൻ ഡീനോ ഡെന്നീസ് ആദ്യമായി മമ്മൂക്കയെ വെച്ച് സംവിധാനം ചെയ്ത പടം എക്സലന്റ്. ആദ്യം മുതൽ അവസാനം വരെ തകർത്ത് വാരിയിട്ടുണ്ട്. ഒരു ഗെയിം ഷോ ആണ്, കംപ്ലീറ്റ് ഗെയിം ഷോ. മമ്മൂക്ക മാത്രമല്ല, കൂടെ അഭിനയിക്കുന്ന എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എക്സലന്റ് മൂവി, സൂപ്പർ ഹിറ്റ്.